മഴയത്ത് ഈ വൈപ്പർ ഇട്ടിട്ട് ഞങ്ങൾ പോണത് കുട്ടാപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഷഷ്ടിയായിരുന്നു അവിടെ. കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും വരണമെന്ന് കുട്ടാപ്പൻ പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിച്ച് ഓടിയെത്താറുള്ളത്, അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അത് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ബോളൈസൊക്കെ വാങ്ങിച്ച് പോയി. ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോളൈസിൻ്റെ എണ്ണം ഞങ്ങൾ എടുത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കും കുട്ടാപ്പൻ ഐസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ആക്രാന്തം മധുരത്തിനോടുള്ളതാണ് കേട്ടോ. ഈ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രോബെറി പൾപ്പായിരുന്നു. ഞങ്ങൾ മറ്റേ 7up കഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അത് ഞാൻ കുറേശ്ശെ എല്ലാവർക്കും പ്രസാദം പോലെ കൊടുത്തു. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ചുറ്റോറെ ആൾക്കാരായിരുന്നു. ഞാനായിരുന്നു കേട്ടോ അതിൻ്റെ ഓപ്പറേറ്റർ. പ്രസാദമാണ് കുറേശ്ശെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ വേണ്ടി പിടിച്ചു വെച്ചു. പക്ഷെ പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു കുപ്പി പോലും കാണാനില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോളൈസ് കിട്ടാത്ത ആൾ കേട്ടോ. വിഷമമൊന്നും മൂത്ത് കാണാനില്ലല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ 10 മണിക്ക് നാസിക് ഡോൾ ഉണ്ട് പോകാമെന്ന് പറഞ്ഞേ. അപ്പം എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞു. എത്ര ആൾക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു എന്നറിയോ. പ്രവാസികൾ പോലും ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷഷ്ടിക്ക്. പക്ഷേ ഈ മഴ ചതിച്ചതിൽ ഒരുപാട് പേരുടെ വിഷമം ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഒരു വർഷത്തെ ഒരു നീണ്ട കാത്തിരിപ്പും പിന്നെ കുറേ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ളൊരു പരിപാടിയാണല്ലേ. കുറേ കാവടി ആരാധകരുണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ കാവടിയും തകിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എൻ്റെ കിട്ടിയവനൊക്കെ അതിലൊരാൾ തന്നെയായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ പരിപാടിക്ക് ആൾ പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുട്ടാപ്പൻ്റെ വീട്ടിൽ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. അത് ഞങ്ങൾക്കൊരു നേരം പോക്ക് ഭയങ്കര ഒരു ഹരാണ്. ഞങ്ങൾ എപ്പോൾ പോയാലും രാത്രി നല്ലോണം നേരം വീട്ടിൽ വരാറുള്ളൂ. അവരിവിടെ വരാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഋതുവിനൊക്കെ കൊട്ട് കേട്ടപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ വിളയാടുന്ന പോലെ നമുക്ക് പോയോടത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് അച്ചടക്കം പാലിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഹരം കയറി. ഞാൻ 2 ചാട്ടം ചാടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കാലങ്ങൾക്ക് ശേഷം കുറേ നാളായിട്ട് ഇപ്പോൾ ഞാനതും ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രീ ആവാൻ നല്ലതല്ലേ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് തുള്ളി. പരിപാടികളൊക്കെ മഴ കൊണ്ട് പോയപ്പോൾ തൽക്കാല ശാന്തിക്ക് ഇവർ ഇറക്കിയതാണ് കേട്ടോ നാസിക് ഡോൾ. അത് പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഒരു തൽക്കാലത്ത് ശമനത്തിന് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ എത്രയായാലും ഈ ആരാധകർക്ക് ആ ഒരു വൈബായിട്ടുണ്ടാവില്ല. മാത്രമല്ല പൂരപ്പറമ്പിലൊരു മനുഷ്യല്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു കേട്ടോ. ആ വഴിക്കൊന്നും വണ്ടിയും കിടക്കാൻ പറ്റില്ല. നല്ല ബ്ലോക്ക്. പൂരപ്പറമ്പിലായാലും നല്ല തിരക്കാവാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇട വെച്ചിട്ട് അങ്ങനെ തിരക്കിലേക്കൊന്നും പോകാറില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുന്നൊരു ഫീൽ തോന്നാറുണ്ട്. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കമ്പനിക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഇവർ നേരം വെളുക്കണവർക്ക് നിന്ന് കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നിന്നുറങ്ങാറുണ്ട്. അപ്പോൾ പാറച്ചാരി നിന്നിട്ട് പരിപാടി കാണാൻ നിൽക്കും. ഒരു കൊല്ലം ഞാൻ നിന്നുറങ്ങി ലാസ്റ്റ് ഞാൻ പുലർച്ചയായി ഇപ്പോൾ മതിയും പോകാമെന്ന് പറഞ്ഞിട്ട് പോകാണ്ടാ ചെയ്തത്. രാവിലത്തെ കൂടി പരിപാടി കണ്ടിട്ടാണ് രാധച്ചമ്മ, അതായത് കുട്ടപ്പൻ്റെ അമ്മ. പിന്നെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള കുറേ സാമ്പര ജമ്മഗമ വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ അലുവ പുരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു മാംഗോ ബാർ വേണം എന്നിട്ട് അങ്ങനെ ഞാനൊരു മാംഗോ ബാർ വാങ്ങി കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞുകൂടി ഇത്രയോട് ചാച്ചാ.